ഏതൊക്കെ രീതിയിൽ പല്ല് കമ്പിയിടാം? പല്ല് കമ്പിയുടെ ഇപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മെറ്റൽ ബ്രാക്കറ്റ്സ്. അത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്നതാണ്. മെറ്റൽ കളറിലെ കട്ടകൾ പല്ലിൽ വെക്കുന്നു, അത് ഇലാസ്റ്റിക് ടൈസോ ലിഗേച്ചസോ വെച്ച് വയർ എൻഗേജ് ചെയ്യുന്നു. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറാമിക് ബ്രാക്കറ്റ്സ്. അത് പല്ലുകളുടെ അതേ കളറിൽ വരുന്ന ബ്രാക്കറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പുറത്ത് നോക്കുമ്പോൾ പല്ലിൽ കട്ടകൾ ഒട്ടിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള സംശയം ഉണ്ടാവും, പെട്ടെന്ന് വിസിബിൾ ആവില്ല. ഇനി തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ലൈഗേഷൻ ബ്രാക്കറ്റ്സ്. ഇത് നോർമൽ മെറ്റാലിക് ബ്രാക്കറ്റ്സിനെ പോലെ തന്നെയാണെങ്കിലും ഇതിൻ്റെ അകത്തൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. വയറ് ബ്രാക്കറ്റിനകത്ത് വെച്ച് ആ ലോക്കിംഗ് സിസ്റ്റം വെച്ചാണ് ലോക്ക് ചെയ്യുന്നത്. സോ നമുക്ക് നോർമലി ആവശ്യമുള്ള ഇലാസ്റ്റിക് ടൈസോ ലിഗേച്ചസോ ഒന്നും ആവശ്യമില്ല. ഇത്തരം ബ്രാക്കറ്റ്സിൽ അതുകൊണ്ട് തന്നെ ഓറൽ ഹൈജീൻ വളരെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ട്രീറ്റ്മെൻറ്റും കുറച്ച് ഫാസ്റ്റർ ആയിരിക്കും. അടുത്ത ഓപ്ഷനാണ് സെറാമിക് സെൽഫ് ലൈഗേഷൻ. ഈ ലോക്കിംഗ് സിസ്റ്റം ഉള്ള ബ്രാക്കറ്റ്സിന് തന്നെ പല്ലിൻ്റെ അതേ കളറിൽ വരുന്നതാണ് സെറാമിക് സെൽഫ് ലൈഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ടിൽ കട്ടകളൊന്നും വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ കട്ടകൾ നമുക്ക് പല്ലിൻ്റെ പുറകു വശത്തും ഒട്ടിക്കാം. അതിനെയാണ് ലിംഗ്വൽ ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയുന്നത്. ഈ കട്ടകളെല്ലാം പല്ലിൻ്റെ പിൻവശത്തൊട്ടിച്ചുകൊണ്ട് നമുക്ക് പല്ലിൽ കമ്പിയിടാം. അതാകുമ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ പല്ല് കമ്പിയിടുന്നുണ്ടെന്ന് അറിയില്ല. ഇനി കട്ടകളെ വേണ്ടെന്നാണെങ്കിൽ അടുത്ത ഓപ്ഷനാണ് ക്ലിയർ അലൈനേഴ്സ്. അതെല്ലാവർക്കും അറിയാം, ക്ലിയർ പ്ലാസ്റ്റിക് ട്രേസ് വെച്ച് പല്ലുകൾ നീക്കിയെടുക്കുന്ന രീതിയാണ്. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെന്നുള്ളത് നിങ്ങൾ ഡെന്റിസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ബാക്ക് ടു യു. താങ്ക് യു.